വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ സർവേ ഫലം പുറത്തുവിട്ടു. സർവേ അനുസരിച്ച് LDF 9 മുതൽ 12 വരെ സീറ്റുകൾ നേടും. UDF 8 മുതൽ 11 സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു. BJPക്ക് ഇത്തവണയും ലോക്സഭാ സീറ്റ് ലഭിക്കില്ലെന്നും സർവേ ഫലം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 80 അസംബ്ലി മണ്ഡലങ്ങളിലും 430 ബൂത്തുകളിലുമാണ് സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് ആദ്യഘട്ട സർവേ നടത്തിയത്. 12,000 വോട്ടർമാർ സർവേയിൽ പങ്കെടുത്തു. വോട്ടർമാർക്ക് നൽകിയത് 70 ചോദ്യങ്ങൾ. തൊഴിലില്ലായ്മയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ 22.30% പേർ അഭിപ്രായപ്പെട്ടു. 20.50% പേർക്ക് അതിർത്തി പ്രശ്നമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ദാരിദ്ര്യം 12.80% പേർക്കും, വിലക്കയറ്റം 9.40% പേർക്കും, ഭീകരത 9.20% പേർക്കും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. 8.60% പേർക്ക് വർഗീയതയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മോഡി സർക്കാരിന്റെ പ്രകടനത്തിൽ 63.40% പേർ അതൃപ്തി രേഖപ്പെടുത്തി. 28.10% പേർ മോദി സർക്കാരിന്റെ പ്രകടനത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ 8.50% അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. പ്രളയകാലത്ത് LDF സർക്കാരിന്റെ പ്രവർത്തനത്തെ 42.80% പേർ അനുകൂലിച്ചു. അതേസമയം 36.10% ഇതേക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. ശബരിമല വിഷയത്തിൽ 35.90% പേർ BJPക്ക് ഒപ്പമാണെന്ന് സർവേ പറയുന്നു. LDFനൊപ്പം 15.20% പേരും, UDFനൊപ്പമാകട്ടെ 18.30% പേരാണുള്ളത്. 30% പേർ ശബരിമല വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. പൊതുവിദ്യാഭ്യാസത്തിൽ 36.70% പേർ LDFന് അനുകൂലിച്ചപ്പോൾ 39.60% പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. ആർക്ക് വോട്ടെന്ന് എപ്പോൾ തീരുമാനിക്കും എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥി വന്ന ശേഷമെന്ന് 42.30% പേരും, പ്രചാരണവേളകളിലെന്ന് 18.30% പേരും മറുപടി രേഖപ്പെടുത്തി. CESന്റെ ആദ്യഘട്ട സർവേ പ്രകാരം LDFന് 40.3% വോട്ടും, UDFന് 39%, NDAക്ക് 15.5% വോട്ട് ലഭിക്കും. വോട്ടിംഗ് ശതമാനമാണ്. LDFന് 40.3% വോട്ടുകൾ കിട്ടാം എന്നാണ്. അതിൽ ±2%, 2% കുറവോ കൂടുതലോ ഉണ്ടാകാം എന്നും കാണിക്കുന്നു. UDFന് 39% വോട്ടുകൾ കിട്ടാം എന്നാണ്. NDAക്ക് 15% വോട്ടുകൾ, അവർക്ക് 1.5% കൂടുതലോ കുറവോ ഉണ്ടാകാം എന്നും കാണിക്കുന്നു. മറ്റുള്ളവർക്കായി 5.1% വോട്ടുകൾ, 0.5% കുറവോ കൂടുതലോ ഉണ്ടാകാം എന്നുമാണ് കാണുന്നത്. ഇതാണ് വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ സർവേ പറയുന്ന കണക്കുകൾ. വോട്ട് ശതമാനത്തിൽ LDFനാണ് കൂടുതൽ. 39-40 എന്നതിലേക്ക് LDF കൂടുതൽ വോട്ട് ഷെയർ, വോട്ട് ഓഹരി കൈവരിക്കും എന്നാണ് ഈ കണക്ക് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2% കൂടുതലോ കുറവോ രണ്ട് മുന്നണിക്കും സംഭവിക്കാവുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2019 കേരളമാർക്കൊപ്പം എന്ന കാര്യത്തിൽ ഇതാണ് സീറ്റിന്റെ കണക്ക്. LDFന് 9 മുതൽ 12 വരെ സീറ്റുകൾ കിട്ടാം. UDFന് 8 മുതൽ 11 വരെ സീറ്റുകൾ കിട്ടാം. NDAക്ക് സർവേ പറയുന്നത്, ഒന്നാം ഘട്ടത്തിലെ സർവേ പറയുന്നത് 0 സീറ്റുകൾ ആണ്. LDF 9 മുതൽ 12 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്ന് സർവേയിൽ കണ്ടെത്തി. UDFന് 8 മുതൽ 11 വരെ സീറ്റുകൾ ലഭിക്കും. NDAക്ക് ഇത്തവണയും സീറ്റ് നേടാൻ കഴിയില്ലെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഇടവേള. വാർത്തകൾ തുടരുന്നു. LDF സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. മാർച്ച് 10 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിക്കുമെന്നും 20 മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. മുന്നണി സംസ്ഥാനത്തെ 20 നിയോജകമണ്ഡലങ്ങളിൽ 16 നിയോജകമണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥികളും 4 മണ്ഡലങ്ങളിൽ CPI സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. ബന്ധപ്പെട്ട പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തീകരിച്ച് പാർട്ടി നേതാക്കൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പിന്നീട് നടത്തുന്നതാണ്. ഏകകണ്ഠമായാണ് LDFൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതെന്ന് കൺവീനർ A. വിജയരാഘവൻ വ്യക്തമാക്കി. LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളെ നടക്കുമെന്നും വിജയരാഘവൻ അറിയിച്ചു. ഈ മാസം 10 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ 20 മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കും. 20-നകം തെരഞ്ഞെടുപ്പ് സമിതികൾക്കും രൂപം നൽകും.
LDFിന് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും എ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തായാൽ ഗവർണർ പദവി പോകുമെന്നതിനാലാണ് കുമ്മനം രാജശേഖരൻ രാജിവെച്ചതെന്നും വിജയരാഘവൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഭരണം അവസാനിച്ചാൽ അദ്ദേഹത്തിന്റെ ഗവർണർ പണി പോകും. അത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.